കാണുന്നു തത്സമയ സംഭാഷണം. രണ്ട് പോളിസിയുണ്ട്. ഒന്ന് ഐഡിയോളജിക്കലി നമുക്ക് ബാധകമാകുന്ന, പ്രത്യേകിച്ച് PMശ്രീയെ പോലെ നമ്മളുടെ ക്യാമ്പസുകളിലേക്ക്, നമ്മളുടെ സിലബസുകളിലേക്ക്, നമ്മളുടെ കരിക്കുലത്തിലേക്ക്, നമ്മൾ വിചാരിക്കുന്ന നിരീക്ഷണങ്ങളിലേക്ക് കടന്നു കയറുന്ന ആശയപരമായ പ്രശ്നങ്ങളോട് ഞങ്ങൾക്ക് വിയോജിപ്പുകളുണ്ടാവും, സ്വാഭാവികമാണ്. അതേസമയത്ത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ പണത്തും വേണ്ടെന്ന് പറയുന്ന തരത്തിലേക്കുള്ള സമീപനം ഞങ്ങൾ എടുക്കില്ല. കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൽ അവരുടെ സ്വന്തം പൈസ അല്ലല്ലോ. യഥാർത്ഥത്തിൽ ഈ മേഖലകളിലുള്ള നോർത്തിലും സൗത്തിലുള്ള സ്റ്റേറ്റുകൾക്ക് അവർ കൊടുക്കുന്ന ടാക്സിൻ്റെ വീതം പോലും കൃത്യമായിട്ട് തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ള ആക്ഷേപം നിലനിൽക്കെ അത് പരമാവധി വാങ്ങിയെടുക്കുക എന്നുള്ളത് ഗവൺമെൻറ് ചെയ്യേണ്ടതാണ്. പക്ഷേ പോളിസി വൈസായിട്ട് ചില കാര്യങ്ങൾ, അതാണ് PMശ്രീ എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഗവൺമെൻറ് ഹോസ്പിറ്റലുകളുടെ മുമ്പിൽ അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പിക്ചർ വെച്ചിട്ടില്ലെങ്കിൽ പണം കൊടുക്കില്ല എന്ന് പറഞ്ഞു. ആദ്യം LDO കൊടുക്കില്ല, അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സത്യത്തിൽ പിന്നീട് അത് എല്ലാ ഹോസ്പിറ്റലുകളിലും പോയാൽ കാണാം, എല്ലാം അവിടെ ചിത്രം വെച്ചിരിക്കുന്നു, പണം വാങ്ങി. അതിന് ആക്ഷേപിക്കാൻ ഞങ്ങൾ വരാതിരിക്കുന്നത് അത് ഐഡിയോളജിക്കൽ പ്രോബ്ലം അല്ല. കാരണം കേന്ദ്രം ഭരിക്കുന്ന ആളുകൾ പലതരത്തിൽ പേരുകളിൽ സ്കീമുകൾ ഉണ്ടാക്കും. നമ്മൾ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ഗവൺമെൻറ് ഉണ്ടായിരുന്ന സമയത്തും അത്ര സ്കീമുകൾ വന്നിട്ടുണ്ട്. ഇന്ദിരാ ആവാസ് യോജന എന്നൊക്കെ പറയുന്ന പല സ്കീമുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള പിടിവാശികൾ അതിൽ നിന്ന് ഒഴിവാക്കുക. പക്ഷേ PMശ്രീ അങ്ങനെ അല്ല. PMശ്രീ ഞാൻ പറഞ്ഞു, അത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് രണ്ടും രണ്ടായിട്ട് തന്നെ കാണുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞ രീതി, ആ രീതിയോടാണ് ഞാൻ പറയുന്നത്. അതെന്തെന്ന് വെച്ചാൽ ഒരു മാസത്തിനകത്ത് ഒരു സാധനം റദ്ദ് ചെയ്തിട്ട് മുമ്പോട്ട് പോകാൻ ഒരു ഗവൺമെൻറ്റിനും കഴിയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങൾക്ക് സമയം അനുവദിച്ച് തരണമെന്നാണ് ഞാൻ പറയുന്നത്. അത് മീഡിയകളായാലും ആരായിരുന്നാലും അത് നിങ്ങൾ ഓരോ മാസം ആകുമ്പോഴത്തേക്ക് വന്നിട്ട് ഇതെന്താ ഒപ്പിട്ടില്ലേ? ഞാൻ പറഞ്ഞല്ലോ, VD സതീശൻ ഒപ്പിടുന്നതും സഖാവ് പിണറായി വിജയൻ ഒപ്പിടുന്നതൊക്കെ അവരുടെ സ്വന്തം ഒപ്പല്ല, സ്റ്റേറ്റിൻ്റെ ഒപ്പാണ്. സ്റ്റേറ്റ് എടുക്കുന്ന ഒരു കരാറിൽ, സ്റ്റേറ്റ് ഒപ്പ് വെക്കുന്ന ഒരു കരാറിൽ നിന്ന് അങ്ങനെ നമ്മളുടെ ഒരു വൈരാഗ്യ ബുദ്ധി കൊണ്ട് ഇറങ്ങി പോരാനൊന്നും പറ്റില്ല. ഞങ്ങൾക്ക് അതിനകത്ത് ചില നിബന്ധന, ഞാൻ പറഞ്ഞു, നമ്മുടെ കരിക്കുലത്തെ, നമ്മളുടെ സിലബസിനെ, നമ്മളുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ കൾച്ചറിനനുസരിച്ചുള്ള ഒരു പാഠ്യപദ്ധതി കേരളത്തിൽ എന്തായാലും ഉണ്ട്. ആ പാഠ്യപദ്ധതികൾക്ക് അനുസൃതമായിട്ട് വരാവുന്ന ഒന്നിനെ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ, അല്ലാതെ അംഗീകരിക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അത് ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ, അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് സമയം ആവശ്യമുണ്ടാവും, സ്വാഭാവികമായ സമയം ആവശ്യമുണ്ടാവും. അത് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമല്ലേ. ഒരു ദിവസം വന്ന് പിറ്റേന്ന് ഇദ്ദേഹം ചോദിക്കുന്ന അറബിക്കടലിൽ ഇറങ്ങിയില്ലെന്നൊക്കെ ചോദിച്ചാൽ, ഒരു പ്രസംഗത്തിനകത്ത് അറബിക്കടലിൽ ഇറങ്ങിയില്ല, അതൊക്കെ ഒരു വലിയ രാഷ്ട്രീയമായിട്ട് കൊണ്ടുവരികയാണ്. അറബിക്കടലിൽ കൊണ്ടെടുക്കുക സർക്കാരിൻ്റെ കരാർ അറിയാൻ പറ്റുമോ? അതൊക്കെ ടെക്നിക്കൽ പ്രസംഗത്തിൽ അങ്ങനെ പ്രയോഗമുണ്ടോ? അതൊക്കെ രാഷ്ട്രീയമായിട്ട് പറയുകയാണെങ്കിൽ അതൊക്കെ തെരുവിൽ പറയേണ്ടുന്ന രാഷ്ട്രീയമാണ്. ഒരു വളരെ സീരിയസ് ആയിട്ടൊരു മീഡിയയുടെ അകത്തിരുന്നിട്ട് പിന്നെ കൈരളിക്ക് ചോദിക്കാം, നിങ്ങൾക്ക് അതിന് റൈറ്റ് ഉണ്ട്, ആ ചോദിച്ചോളൂ, ഞാൻ പറയേണ്ട ഞാൻ തീരുമാനിക്കണം. അപ്പോൾ അതുകൊണ്ടാ ഇതിന് മറുപടി മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ്. ശരിക്കും പറഞ്ഞാൽ അതിനപ്പുറത്തൊന്നും പറയാനില്ല. കാരണം ഇതൊക്കെ നേരത്തെയും ചെയ്യുന്നു, ഞങ്ങൾ അതിനോട് വിയോജിക്കുകയും ചെയ്യുന്നു. നേരത്തെ തന്നെ ഇതേ സാധനം ഇടതുപക്ഷം ആവേശത്തോട് പോകും. പക്ഷേ അത് അവരുടെ പണിയാണ്. കാരണം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഭരണപക്ഷത്തെ അതിനിശ്ചിതമായി വിമർശിക്കുക എന്ന് പറയുന്നത് അവർ ചെയ്യേണ്ടുന്ന രാഷ്ട്രീയ ധർമ്മമാണ്, രാഷ്ട്രീയമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യമാണ്. ഞങ്ങളതിന് കൃത്യമായിട്ട് മറുപടി പറയാമെന്നുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അങ്ങനെ കറക്റ്റ് ചെയ്ത് പോകുക എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഞങ്ങളതിനെ ആ വിമർശനത്തെ ഉൾക്കൊള്ളുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നാൽ PMശ്രീ പദ്ധതിയിൽ മന്ത്രി KM ഷാജി മലക്കം മറിഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് PMശ്രീ പദ്ധതി അറബിക്കടലിൽ എറിയും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ ഒരു തെരുവ് പ്രസംഗം മാത്രമാണ് എന്ന നിലപാടിലേക്ക് KM ഷാജി മാറിയിരിക്കുന്നു. പിണറായി വിജയനായാലും VD സതീശനായാലും ഒപ്പിടുന്നത് ആ വ്യക്തികളല്ല, സംസ്ഥാനമാണ് എന്ന നിലപാടിലേക്കും ഇപ്പോൾ KM ഷാജി മാറിയിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.